തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള പ്രഥമ കെ മുഹമ്മദ് ഈസ മെമ്മോറിയൽ സംസ്ഥാന അവാർഡ് കണ്ണൂർ ചാല പനോന്നേരി സ്വദേശിനിയായ കെ ജലറാണിക്ക്. 25,000 രൂപ പാരിതോഷികവും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. സ്വന്തം വേദനയെ സാമൂഹിക ഉത്തരവാദിത്തമായി മാറ്റിയ ഒരു സ്ത്രീയുടെ ജീവിത സമർപ്പണത്തിനാണ് സംസ്ഥാനതല അംഗീകാരം. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ചീഫ് പാർട്ണറുമായിരുന്ന കെ മുഹമ്മദ് ഈസയുടെ സ്മരണാർത്ഥമാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2016 ഭിന്നശേഷി അവകാശ നിയമത്തിൽ ഉൾപ്പെടുത്തിയ 21 വിഭാഗം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ജലറാണി നൽകിയ സമഗ്ര സംഭാവനകൾ വിലയിരുത്തിയാണ് അവാർഡ് നിർണയം. ഇതിനു മുമ്പ് ജൂനിയർ മദർ തെരേസ അവാർഡ്, ബെസ്റ്റ് പാരന്റ് അവാർഡ്, ഡ്യൂട്ടി കോൺഷ്യസ് സിറ്റിസൺ അവാർഡ്, ശ്രേഷ്ഠ വനിതാ പുരസ്കാരം, സമം പുരസ്കാരം, ഐക്കോണിക് വുമൺ അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ ജലറാണിയെ തേടിയെത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു അവാർഡ് തേടി വന്നതിൽ. ഇതിനു മുന്നേയും കേരള ഗവൺമെൻറ്റിൻ്റെ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം, സമം പുരസ്കാരം, സംസ്ഥാന തലത്തിലെ ബെസ്റ്റ് പാരൻ്റ് അവാർഡ്, ജൂനിയർ മദർ തെരേസ തുടങ്ങി നിരവധി അവാർഡുകൾ തേടി വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു അവാർഡിലും ക്യാഷ് എന്നൊരു വസ്തുത വന്നിട്ടില്ലായിരുന്നു. നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിലായാലും എല്ലാത്തിലും പണം ഒരു ഘടകമാണ്. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാമ്പത്തിക സഹായത്തോടെ വരുന്ന ഒരു അവാർഡ് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ആ അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്തതിനും അതിൽ തിരഞ്ഞെടുത്തതിലും ഒക്കെയുള്ള സന്തോഷം കൂടി ഈ ഒരു സമയത്ത് പങ്കുവയ്ക്കുക. ഓട്ടിസം ബാധിച്ച സ്വന്തം മകൻ അജയന്റെ ജനനവും പരിചരണവും ജീവിതത്തിന്റെ ഭാഗമായി മാറിയപ്പോഴാണ് ജലറാണി ഭിന്നശേഷി മേഖലയിൽ സജീവമാകുന്നത്. വ്യക്തിഗത വേദനയിൽ ഒതുങ്ങാതെ അതിനെ സാമൂഹിക ഉത്തരവാദിത്തമായി മാറ്റിയ അവർ ഭിന്നശേഷിക്കാർക്കായി സ്വന്തം ജീവിതം സമർപ്പിച്ചു. ഏറ്റവും ഒടുവിലത്തെ എൻ്റെ സർജറി വരുമ്പോഴും ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുള്ളൊരു സർജറി ആയിരുന്നു. അത് കളിക്കറ്റ് വെച്ചിട്ട് നടക്കുമ്പോൾ അതിന് പോകുമ്പോൾ എൻ്റെ മകനെ മറ്റൊരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ച് പോകേണ്ടി വന്നൊരമ്മയാണ് ഞാൻ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ഇനി 6 മാസമേ ആയുസുള്ളൂ എന്ന ആ ഒരു വിധിയെഴുത്തിന് മറികടക്കാൻ മീൻസ് എൻ്റെ മകൻ എന്തെങ്കിലും ഒന്നായില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ എവിടെയെങ്കിലും ആക്കേണ്ടി വരുമെന്ന ചിന്തയിൽ നിന്ന് എന്തൊക്കെ ഞാൻ ചെയ്തു എന്ന് എനിക്കെടുത്ത് പറയാൻ കഴിയില്ല. പക്ഷേ ചെയ്ത പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പോടി ഉണ്ടായെന്ന് വിശ്വസിക്കുകയാണ്. അവൻ 9 വയസ്സാകുമ്പോൾ കൈപിടിച്ചാൽ നടക്കാൻ തുടങ്ങി. അമ്മയെന്ന് വിളിച്ചു, 1 മീറ്റർ ദൂരം കാണിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് അടുത്തൊരു തീരുമാനമാണ്, ഇനി എത്ര കുറച്ച് നാളാണ് ജീവിതമെങ്കിലും ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയെന്ന്. അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ച MK രാമകൃഷ്ണൻ മാസ്റ്റർ കാണുന്നതും അദ്ദേഹത്തോട് ഈ സ്വപ്നങ്ങൾ പങ്കുവെച്ചപ്പോൾ സാറാണ് കണ്ണൂരുള്ള 5 മില്യനേഴ്സിനെ കണക്ട് 10,000 രൂപ വീതം തന്നൊരു 50,000 രൂപ കൊണ്ടൊരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച വിദ്യാലയമാണ് ശാന്തിദീപം. 2005 കണ്ണൂരിൽ ശാന്തിദീപം സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന സ്ഥാപനം ആരംഭിച്ചു. സ്വന്തം മകനെയും കുറച്ച് കുട്ടികളെയും ചേർത്ത് തുടങ്ങിയ ഈ സംരംഭം ഇന്ന് 100 കണക്കിന് ഭിന്നശേഷിക്കാർക്ക് വിദ്യാഭ്യാസം, പരിചരണം, പുനരധിവാസം എന്നിവ നൽകുന്ന സമഗ്ര സേവന കേന്ദ്രമായി വളർന്നു. 130ഓളം കുട്ടികൾ അവിടെയുണ്ട്. ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രക്ഷിതാക്കളെയും സമൂഹത്തെയും പങ്കാളികളാക്കി രൂപപ്പെടുത്തിയ ഈ സേവന മാതൃക ഏറെ ശ്രദ്ധേയമാണ്. ഇന്നിപ്പം 130ഓളം വിദ്യാർത്ഥികളും 24 ജീവനക്കാരുമായിട്ട് ഈ 21 വർഷത്തിൽ ഞങ്ങൾ പിച്ച വെച്ച് നടക്കുകയാണ്. അതിനിടയിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടായി. നമുക്ക് 2 ഒളിമ്പ്യന്മാർ 2016 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. 5 കുട്ടികൾ വിവാഹിതരായിട്ട് കുടുംബജീവിതം നയിക്കുന്നു. ഒരാളുടെ വിവാഹം ഈ ഏപ്രിൽ അവസാനത്തിലുണ്ട്. 2 കുട്ടികൾക്ക് സർക്കാർ ജോലിയിൽ തന്നെ കയറി. മറ്റനവധി പേര് പ്രൈവറ്റ് ഫേമുകളിലും കയറിയിട്ടുണ്ട്. അതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങളെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ തീരെ വയ്യാത്ത കുട്ടികൾക്ക് ഹോം പ്രോഗ്രാമുകളുണ്ട്, ബിഹേവിയർ തെറാപ്പികളുണ്ട്.
അങ്ങനെ എന്തെല്ലാം ഒരു ഭിന്നശേഷി കുട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പാരൻറ്റും തളർന്നിരിക്കേണ്ട സംഭവമല്ല, നമുക്ക് ഇനിയും മുന്നോട്ടുണ്ട് എന്ന്. അതിൽ ഞാൻ എന്നെ തന്നെയാണ് എക്സാമ്പിളായിട്ട് പറയുക. ജീവിതത്തിൽ 2 തവണ ക്യാൻസർ ബാധിച്ചിട്ടും സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിച്ച് ജലറാണി ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സേവനം തുടരുകയാണ്. സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി മാറ്റിവെച്ച ഒരു കാരുണ്യയാത്ര. 14 വൈകുന്നേരം 4 കാരുണ്യത്തിൻ്റെ ഈസക്ക എന്ന പേരിൽ കാരുണ്യതീരം ക്യാമ്പസിൽ നടക്കുന്ന കെ മുഹമ്മദ് ഈസ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് അവാർഡ് വിതരണം. ആലങ്കോട് ലീലാകൃഷ്ണൻ, ഡോക്ടർ റോഷൻ ബിജിലി, കമാൽ വരദൂർ, KPU അലി എന്നിവർ ഉൾപ്പെട്ട ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.